സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് നെൽ കർഷകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഈ മാസം 6-നാണ് കേരള നെൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തുക. 2000-ഓളം കർഷകർ നെൽക്കറ്റയും വഹിച്ചുകൊണ്ടാവും ധർണയ്ക്കെത്തുക. സംഭരിച്ച നെല്ലിന്റെ വിലയെ ലക്ഷക്കണക്കിന് രൂപ കർഷകർക്ക് നൽകാതെ കർഷകരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് കർഷകരുടെ ആക്ഷേപം. വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യങ്ങൾ ഇത്തവണയെങ്കിലും ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. നെല്ലുവില വർദ്ധിക്കുക, കാർഷിക ബോർഡ് രൂപീകരിക്കുക, കേരളത്തിലെ ഒരു നെൽകർഷകർക്ക് വേണ്ടി ലോട്ടറി ടിക്കറ്റ് ഇറക്കുക, നെല്ലുവില വർദ്ധിക്കണം, ഞങ്ങൾക്ക് താങ്ങുവിലയായിട്ട് 2500 രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. അത് ഒറ്റക്കെടുക്കലായിട്ട് ഞങ്ങൾക്ക് പണം കിട്ടണം. അടുത്ത കൃഷി സമയത്ത് ഈ നെല്ലുവിലയും മറ്റു കാര്യങ്ങളും വില കിട്ടിയില്ലെങ്കിൽ ഈ കേരളത്തിലെ നെൽകർഷകർ കൃഷി ചെയ്യത്തില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുക. കർഷകർ തരശായിട്ട് നിലവിടും. ഒരു ക്വിന്റൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 200 രൂപയാണ് ചിലവ്. ഈ ചിലവ് ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. സംഭരണ വിലയാകട്ടെ സർക്കാർ കൂട്ടുന്നുമില്ല. കർഷകരെ സഹായിക്കാൻ കർഷകശ്രീ എന്ന പേരിൽ ലോട്ടറി തുടങ്ങണമെന്നാണ് ഉയരുന്ന ആവശ്യം. പാടങ്ങൾ തരിശിടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടാൻ സെക്രട്ടേറിയറ്റ് ധർണ ഇടയാക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.